Guys, welcome back to my YouTube channel, our family. അപ്പോൾ ഗൈസ് വീഡിയോ എന്ന് വെച്ചാൽ ഒരു ടൂർ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ആലപ്പുഴയ്ക്ക് പോവാണ് ഗൈസ്. ഒരു ഗേൾസ് ട്രിപ്പാണ്. യെസ്, അമ്മയുടെ ജോലിയിൽ നിന്ന് പോകുന്നതാണ്. ജോലിയല്ല, ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നതാണ്. ഓക്കെ. അപ്പോൾ കുറേ പേരുണ്ട്. അന്ന് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി ഉറക്കക്ഷീണുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്തിരി രാവിലെ അല്ലേ, ഇങ്ങനത്തെ ടൈമിലല്ലേ എണീറ്റ്. ഞങ്ങൾ ഇത്തിരി രാത്രിയൊക്കെ ആയപ്പോഴാണ് എണീറ്റ്. അതായത് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. അപ്പോൾ നല്ല ഉറക്കക്ഷീണം ഉണ്ട് എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ഇനി അവർ വരുമ്പോൾ കാണാം. ബസ് ഇതുവരെ വന്നില്ല, ട്രാവലറിലാട്ടോ പോകുന്നത്. അപ്പോൾ ഇനി അവർ വന്നിട്ട് കാണാം. പുളുമടി അപ്പോൾ ഗൈസ് ഞങ്ങൾ ട്രാവലറിലൊക്കെ കയറിയിട്ട് ഇപ്പോൾ ദേ കൊച്ചിയൊക്കെ കഴിയാറായിട്ടോ. അപ്പോൾ കുറച്ച് സമയത്ത് ട്രാവലൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം നേരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പെട്രോൾ പമ്പിലൊക്കെ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. കുറച്ച് ആൾക്കാർ ഇഡ്ഡലി ഉണ്ടാക്കും, ചമ്മന്തി അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന ഫുഡായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട്. ശരിക്കും ഒരു 6 മണിക്കൊക്കെ ഇറങ്ങേണ്ടതാണ്, പക്ഷേ ടൈം കുറച്ച് ഇതായതുകൊണ്ട് ഒരു 7 മണിയൊക്കെ ആയി. ഞങ്ങൾ കയറിപ്പോട്ടോ, അല്ലെങ്കിൽ 6 മണിക്ക് കയറേണ്ടതാണ്. അപ്പോൾ ടൈം കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങൾ ആലപ്പുഴ എത്തി. അവിടെ എത്താൻ കുറച്ച് വൈകിണ്ടായിരുന്നു, കാര്യം നല്ല ട്രാഫിക്കും ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ആ കായലും അതൊക്കെ കണ്ടപ്പോഴാണ് ശരിക്കും ഒരു ട്രിപ്പ് മൂഡ് ഓണായേ. എന്നിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് ആലപ്പുഴ എത്തിയിട്ട് അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് അല്ല 3/4 മിനിറ്റൊക്കെ ഇരിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ഇങ്ങനെ കണ്ടിങ്ങനെ പോവായിരുന്നു. അപ്പോൾ എനിക്ക് വരുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, അർച്ചനാദേവിൻ്റെ വീടൊക്കെ കാണുന്നത്. പക്ഷേ അതിൻ്റെ കാര്യം മറന്നു ഗൈസ്, സംസാരിച്ചിട്ടുണ്ട് മറന്നു. അപ്പം ഞങ്ങൾ കയറി കേട്ടോ, ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞാൻ പിന്നെ വലുതായിട്ട് ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽ എടുത്തില്ല, കാര്യം എനിക്കിഷ്ടമായില്ല. ഉള്ളിലെന്താ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഫുഡ് കുറച്ച് രസം ഉണ്ടാവുമെന്ന് വെച്ചു, പക്ഷെ ഫുഡും അത്ര രസമൊന്നും ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറി നിന്നപ്പോൾ ആണ് ബോട്ട് എടുക്കണമെന്ന് മനസ്സിലായേ. അപ്പോൾ ബോട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ബോട്ട് എടുക്കുമ്പോൾ വലിയ ഇതൊന്നും ഇല്ല കേട്ടോ, പോണത് അറിയില്ല. പിന്നെ നമ്മളിങ്ങനെ വേവ്സൊക്കെ നോക്കുമ്പോഴാണ് കുറച്ച് പോകേണ്ടത് എന്നൊക്കെ മനസ്സിലാവുക. അപ്പോൾ ഇതായിരുന്നു റൂംസൊക്കെ, ഇങ്ങനെ ഓരോ റൂംസൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് 2 റൂംസായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ കിച്ചൺ, പിന്നെ ഇങ്ങനത്തെ ഒരു ബാൽക്കണി പോലത്തെ ഏരിയ ആയിരുന്നു കേട്ടോ. എനിക്കിവിടെ വന്ന് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമായി, കാര്യം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് വെയിലുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. ഇതിൽ കാണുമ്പോൾ തോന്നല്ലേ വെയിലുണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഇങ്ങനെ ബോട്ടിൽ പോകുമ്പോഴത്തെ വ്യൂ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തിട്ടൊക്കെയോ പറയുന്നുണ്ട്, എന്നോട് അൺഎക്സ്പെക്റ്റഡായിട്ട് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അൺഎക്സ്പെക്റ്റഡായി നിൽക്കുന്നതാണ് നിങ്ങൾ കണ്ടേ. അപ്പോൾ ഗൈസ് ഫ്രണ്ട്സും എല്ലാവരൊക്കെ സൂപ്പറായിരുന്നു, പക്ഷേ ഹൗസ് ബോട്ടാണ് ഞങ്ങൾക്ക് വലിയ ഇതില്ലാണ്ടിരുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തി. ഇനി നമ്മൾ ബോട്ട് ഓടിക്കാൻ പോകണം. പെട്ടെന്ന് പോട്ടെ, അവരൊക്കെ ഓടിച്ചു. ഇനി ഞാൻ ഓടിക്കട്ടെ, പോയിട്ട് നോക്കട്ടെ, ഓടിക്കാം. ലെഫ്റ്റിലേക്ക് കറക്കണം.
അവരുടെ അടുത്ത് പോയിട്ട് ബോട്ടിലുണ്ടോ എന്ന് ചോദിക്കോ, വെള്ളം കുടിക്കാൻ വെള്ളം കൊടുക്കും. അയ്യോ അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കണ്ടോ അർച്ചന ദേവിൻ്റെ ഒക്കെ വീട് കഴിഞ്ഞു പോയിട്ടോ. ശരിക്കും ഐഷു കണ്ടിട്ടുണ്ടായിരുന്നു വീട്, പക്ഷേ ഞാൻ കണ്ടില്ല, ഞാൻ മറന്നു പോയി അതിൻ്റെ കാര്യം. പിന്നെ കണ്ടോ അവിടെ ഒരു റെഡ് കളറ് ബ്രിഡ്ജ് പോലെ നിൽക്കുന്നത്, ബ്രിഡ്ജ് അതന്നെയാന്ന് തോന്നുന്നു സാധനം. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ പോവും. അപ്പോൾ ഞങ്ങൾ നേരെ ആ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഓടിപ്പോയി മുകളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം, പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ ഗ്യാസ് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹൗസ് ബോട്ടിൻ്റെ യാത്ര കഴിഞ്ഞിട്ട്. പോണ വഴി കാണാൻ നല്ല രസമുണ്ടായിരുന്നു, അടിപൊളി. അപ്പോൾ ഗൈസ് ഞങ്ങൾ മൈബോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീട് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, സിനിമയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ നേരിട്ട് കാണാൻ. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവായിരുന്നു. അവരൊക്കെ നിന്ന് ഡാൻസ് കളിക്കണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളും ഡാൻസ് കളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എടുത്തില്ല കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ അച്ഛനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പം ഞാൻ അച്ഛൻ്റെ വണ്ടിയിൽ കയറി, ഋഷിക അമ്മയുടെ വണ്ടിയിൽ കയറിയിട്ട് വരികയാണ്. അപ്പോൾ നന്ദിക്കരിയിൽ നിന്ന് ഇത്തിരി ദൂരമുള്ളൂ ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോൾ കുറച്ച് ദൂരമുള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്ന് പോവാമെന്ന്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോവായിരുന്നു. കാര്യം ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോവായിരുന്നു കേട്ടോ, 10 മണിയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ചാരു ചേച്ചി, അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോളാണ്, പ്രീതിയാദിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഓരോരുത്തരെ കാണാനും നല്ല രസമുണ്ടായിരുന്നു അതിൽ കാണാൻ. ഇത് പ്രീതാൻ്റെയും അമ്മയാണ്, ഇത് അമ്മയുടെ ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ ഇത് ഞാനും അമ്മയാണ്. പിന്നെ ഞാൻ ബോട്ടിൻ്റെ മണ്ടയിലൊക്കെ വലിഞ്ഞ് കയറിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചാരു ചേച്ചിയാണ്, ചാരു ചേച്ചിക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടം, അപ്പോൾ ആ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചാരു ചേച്ചി, പിന്നെ ജ്യോതി ആൻറ്റി, അടുത്ത ഫോട്ടോയും ജ്യോതി ആൻറ്റിയാണ്. പിന്നെ ഗൈസ് സത്യം പറഞ്ഞാൽ എനിക്ക് പോസ് ചെയ്യാൻ അറിയില്ല, ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഈ ഫോട്ടോ സൂപ്പർ ഫോട്ടോ, ഈ അടിപൊളി ഫോട്ടോ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഫോട്ടോയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പോസ് ചെയ്യാൻ അറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല, പക്ഷേ എടുത്തതൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഐഷു ഗൈസ്. പിന്നെ ഇത് പ്രീതി ആൻറ്റിയാണ്. പിന്നെ ഇത് ചാരു ചേച്ചിയും പ്രീതി ആൻറ്റിയാണ് കേട്ടോ. അപ്പോൾ പ്രീതി ആൻറ്റിയുടെ മോളാണ് കേട്ടോ ചാരു ചേച്ചി. പിന്നെ ഇത് ജ്യോതി ആൻറ്റിയും പ്രീതി ആൻറ്റിയാണ് കേട്ടോ. അവരുടെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഗൈസ് നമ്മുടെ ബ്രിഡ്ജ് വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, റെഡ് ബ്രിഡ്ജ്. അപ്പോൾ ഇതാണ് വിബിയും ജ്യോതി ആൻറ്റിയും. പിന്നെ ഇത് വിബിയും ജ്യോതി ആൻറ്റിയും വൈകാശി ചേച്ചിയൊക്കെയായിരുന്നു. ഈ ഫോട്ടോ സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, മറ്റൊരു ആയിട്ട് വീണ്ടും കാണുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, മറ്റൊരു ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം.